ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇവിടെ ഞാൻ കുറേ നേരമായി നമ്മളെ ഈ ഒരു ബാൽക്കണിയിൽ ഇങ്ങനെ വന്ന് നിൽക്കണ്. ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. ഇതാണ് നമ്മളെ പുതിയ വീട്. ഞാൻ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു വീടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ. ഒരു അടിപൊളി വീഡിയോ ആണ്. അല്ല, ഇത് ഇവിടെ ആരും നിൽക്കുന്നത്? പിന്നെ ഞങ്ങളൊരു കാര്യം പറയാൻ മറന്ന്. നമ്മളെ കഴിഞ്ഞ ദിവസം കാണാണ്ടായി നമ്മളെ ചോപ്പിനുണ്ടല്ലോ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താണ് അവിടെ വന്ന് നോക്കണ്? കുറെ നേരമല്ലേ എടാ, എന്താ ജീവ ഇവിടെ വന്നിട്ട് നോക്കണ്? എന്ത് കാര്യം? എന്നാണെന്നുണ്ടെങ്കിൽ നമ്മളെ അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ പുതിയൊരു റേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ റേസിൽ ജയിക്കുന്നവർക്ക് ആണെന്നുണ്ടെങ്കിൽ $10 മില്യൺ കിട്ടും. $10 മില്യൺ? ഫ്രാങ്ക്ലിനാണ് അവിടെ എയർപോർട്ടിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചർച്ചയാണ്. ഇവിടുന്ന് കുറെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് റേസിന് വേണ്ടിട്ട്. വണ്ടിയൊക്കെ അവരെ വക സ്പോൺസർ. റിയലാണോ ജി പറഞ്ഞേ? ഞാന് ഇന്നലെ അവിടെ 2 ദിവസം മുമ്പ് ഞാൻ എയർപോർട്ടിൽ പെട്ട് കിടക്കായിരുന്നു. ഫ്രാങ്ക്ലിനാണ് വീട് മാറി അറിയാണ്ട്. ഞാൻ അവിടെ ഇങ്ങനെ കിടക്കുമ്പോഴാണ് അവര് ചർച്ച ചെയ്യണേ, ഇന്ന് പോകുന്ന പറയണേ. എടാ ശരിയാണോ? ഇന്ന് ഇവിടെ നിക്കട്ടെ, നീ സേഫ് ആയിട്ട് നിക്ക്. ഗൈസ്, അവൻ പറഞ്ഞ നമ്മളെ സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ പുതിയ റേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളെ സിറ്റിയിലല്ല, അമേരിക്കയില്. നമ്മളിപ്പോ ഇന്ത്യയിലാണ്. ഇപ്പൊ ഇവിടുന്ന് ഒരു പ്ലെയിനിൽ എല്ലാരും കൂടി പോകുന്നുണ്ട് പറഞ്ഞ്. നമുക്ക് എന്തായാലും വേഗം ഒന്ന് എയർപോർട്ടിലോട്ട് പോയേക്കാം. അവിടെ എന്താണാവോ ഇനി ഇവൻ പറഞ്ഞ തള്ളാണോന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോ ഇനി നമ്മളെ വീട്ടിൽ നിന്ന് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞേച്ചാണോ, പുറത്തേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിട്ട്. ചോപ്പ് അത്ര ആള് ശരിയല്ല ഗൈസ്. അവന് അങ്ങനെ പറഞ്ഞെന്നും വരും. നമുക്ക് നേരെ എയർപോർട്ടിലോട്ടൊന്ന് പോയേക്കട്ടെ. അപ്പൊ അതിനൊന്നും പോയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലേ? നമുക്കറിയാം എന്താടേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ? അല്ലെങ്കിൽ ആ ലൈക്ക് ഇങ്ങനെ ഒന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്തൂടെ നമ്മളെ? എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യ്. നമുക്ക് എന്തായാലും നേരെ എയർപോർട്ടിലോട്ട് പോവാം. ഓക്കെ, നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട് എയർപോർട്ടില്. ഇവിടെ എന്താ കൊറേ തിരക്കുണ്ടല്ലോ. ഇതെന്താ ഇവിടെ കൊറേ വണ്ടികളൊക്കെ എടുക്കുന്നു? ഞാൻ പറഞ്ഞത് റിയലാണോ? നീ ഇവിടെ റേസിന് പോകുന്നുണ്ടോ? ഒരു മിനിറ്റ്, നമ്മളെ വണ്ടി ഇവിടെ ഇടട്ടെ. ഓക്കെ, നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കി നോക്കാം. അവിടെ ഒരു പോലീസ് വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്. എന്താണാവോ ഇവിടെ? ഇനിയിപ്പോ പറഞ്ഞ റിയലാണോ? അവിടെ 4-5 പ്ലെയിനൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ പ്ലെയിനൊന്നും ഇല്ലാത്തതാണ്. ഇവിടെ പ്ലെയിനൊന്നും അങ്ങനെ കെടുക്കാറില്ല. ചിലപ്പെങ്കിലും പറഞ്ഞ റിയൽ ആവാനാ ചാൻസ്. ഞാൻ ആരോടൊക്കെ ഒന്ന് ചോദിച്ചോട്ടെ. ചോദിച്ചോട്ടോ, ഇവിടെ എന്താ പരിപാടി? അതൊന്നും നീ അറിഞ്ഞില്ല? ഇവിടുന്ന് അമേരിക്കയിലോട്ട് എല്ലാരും കൊണ്ടുപോകുന്നുണ്ട് റേസേഴ്സിനൊക്കെ. അവിടെ റേസ് നടക്കുന്നുണ്ട്. ജയിക്കണവർക്ക് $10 മില്യൺ കിട്ടും. ശരിയാണോ? എന്നാ ഞാനും ഉണ്ട്. ഇന്നും കൂടി ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യോ? ആൾക്കാർ ഫുള്ളായിരിക്കണ്. നിന്നെ വേണമെന്നുണ്ടെങ്കിൽ നീ എക്സ്ട്രാ ഒരു ക്യാഷ് തരാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാനിവിടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എത്ര രൂപ ആണെങ്കിലും തരാം. ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യോ? ഓക്കെ, എന്നാ നിന്നെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിയൊക്കെ എങ്ങനെ? വണ്ടിയൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും. വണ്ടിയൊക്കെ നീ അവിടെ പോയിട്ട് അവിടുന്ന് എനിക്ക് ഇഷ്ടമുള്ള വണ്ടികളൊക്കെ എടുക്കുക, സ്പോർട്സ് കാർ. ഓക്കെ, എന്നാ ചേട്ടാ ഞാനും ഉണ്ട്. എപ്പോഴത് പോവാ? അത് നീ ഒരു ഉച്ചക്കാകുമ്പോ ആയോ ഒരുങ്ങിട്ടൊക്കെ. അപ്പൊ നമ്മള് പ്ലെയിനോട് പുറപ്പെടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ആ റേസിൽ. നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ടൊന്ന് കുറച്ചേരൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം. എന്തായാലും റേസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് പോകേണ്ടതല്ലേ, റേസൊക്കെ ചെയ്യേണ്ടിയല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് പോയിട്ട് ചോപ്പിനോട് ഈ കാര്യം പറയാം. അപ്പൊ അവനക്ക് ഇത്തിരി സന്തോഷമായിക്കോളൂ. വണ്ടി ഇവിടെ എടുക്കട്ടെ. എടാ ചോപ്പ്, ഒരു സന്തോഷ വാർത്ത ഉണ്ടോ? എന്താണ് ഫ്രാങ്ക്ലിൻ അണ്ണാ? ചോപ്പല്ല പച്ച. എന്താണ് രാവിലെ തന്നെ ഇങ്ങനെ കൂകി വിളിച്ചു വരുന്നേ? രാവിലെ ഉച്ചയില്ലടാ. സോറി, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്തിനാ വിളിച്ചേ? എടാ, പിന്നെ നീ നേരത്തെ പറഞ്ഞില്ലേ എയർപോർട്ടിൽ ഒരു റേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന്. അതിൽ ഇന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തറാ. ശരിക്കാണോ ഫ്രാങ്ക്ലിൻ? ഇന്നിവിടെ പുട്ടിരുന്നു. ഫ്രാങ്ക്ലിൻ തള്ളിയിട്ട് നമ്മളെ പറ്റിക്കാനൊക്കെല്ലേ? കാര്യമായിട്ട് ഉന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എന്നോട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാനാ പറഞ്ഞത് എയർപോർട്ടിലോട്ട്. അവിടുന്ന് അമേരിക്കയ്ക്ക് ഒരു പ്ലെയിനിൽ പോകുന്നുണ്ട് എല്ലാരും. ഫ്രാങ്ക്ലിൻ നിന്നെയും കൂടി ഒന്ന് കൊണ്ടുപോവോ? എടാ, അന്നൊന്നും കൊണ്ടുപോകാനില്ലടാ. ജാനിമേൽസ് അല്ലേ, ജി ഡോഗ് അല്ലേ, എന്നൊക്കെ എങ്ങനെ കൊണ്ടുപോവാ? എന്താണ് ഫ്രാങ്ക്ലിൻ ഒന്ന് ചോദിച്ചോക്ക്. എന്താ നീ ഇവിടെ ഇരിക്കടാ. നമ്മള് പൈസ ആയിട്ട് വരുമ്പോ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു പ്ലെയിൻ ഒക്കെ എടുത്തിട്ട് പോവാലോ. ശരി ഫ്രാങ്ക്ലിൻ. ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടാ. ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് ഇരിക്കട്ടെ. ചോപ്പ് പാവുണ്ട് കേട്ടോ. ചോപ്പിനെ കൊണ്ടുപോകാത്തോണ്ട് നല്ല വിഷമമുണ്ട്. നമുക്ക് എന്തായാലും ഈ റേസിൽ ജയിച്ചിട്ട് $10 മില്യൺ കൊടുത്തിട്ട് വേണം ഒരു പ്ലെയിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചോപ്പിനെയും കൂടി ചോപ്പ് നമ്മളും കൂടി ട്രിപ്പ് പോകുന്നതായിരിക്കും അമേരിക്കയിലോട്ട്. ഗൈസ്, നമ്മൾ ചോപ്പ് ഞാനും കൂടി ട്രിപ്പ് പോകണം ഗൈസ് അമേരിക്കയിലോട്ട്. നിങ്ങൾ എന്തായാലും താന്ന് കമന്റ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളെ ചോപ്പിനെ ഇഷ്ടമുള്ളവര് താന്ന് കമന്റ് ചെയ്യും, പോകണ്ടേന്ന്. ഓക്കെ, നമ്മൾക്ക് ഇത്ര കൂളിയൊക്കെ മതി. നമുക്ക് നേരെ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോവാൻ വേണ്ടി ഒരുങ്ങിക്കാം.
നമ്മളങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിനുള്ളിൽ കൂടെ പോവാ പുറത്തേക്ക്. വെറുതെ വെയിലും കൊണ്ട് പുറത്തു കൂടെ പോകണ്ട. ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം മേലേക്ക് പോവാൻ. ഈ സ്റ്റെപ്പ് ഇത്തിരി സീനാണ് ഗൈസ്, വഴുക്കി വീഴും. ഇവിടെ തുടച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആകെ വഴുക്കി വീഴും, സീനാണ്. പിന്നെ നമ്മള് മേലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ഈ വീടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണ വീഡിയോ കാണാത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും പോയി കണ്ടു കിട്ടും. ചാനലിലുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞാനിവിടെ ഐക്കാർഡിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോയുടെ തുടക്കം തന്നെ ഐക്കാർഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെന്തായാലും ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഒന്ന് കണ്ടു നോക്ക്. ഓക്കെ, നമുക്ക് നേരെ എന്തായാലും എയർപോർട്ടിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇത്തിരി ക്യാഷ് എക്സ്ട്രാ കൊടുത്തപ്പോൾ നമുക്കൊരു സ്പെഷ്യലായിട്ടൊരു പ്ലെയിനിന് നമ്മൾ ഒറ്റക്ക് പോകണം. ഞാനല്ല ഓടിക്കുന്നത്, പൈലറ്റാണ്. ചേട്ടാ ഒരു ഹൈ കൊടുക്കോ? എന്താ പറഞ്ഞ ഹായ് 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 ഹായ്. എല്ലാവർക്കും ഹായ് തന്നിട്ടുണ്ട് നമ്മളെ പൈലറ്റ് ചേട്ടാ. നമുക്ക് എന്തായാലും നേരെ അമേരിക്കയിലോട്ട് പോയിട്ട് കാണാം ഗൈസ്. ഇവിടുന്ന് അത്യാവശ്യം ലോങ് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ബൈ. ഓക്കെ ഗൈസ്, നമ്മളാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ റേസ് ഡയറക്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത വണ്ടി ഇതാണ്. അപ്പോൾ ഒരുത്തൻ്റെയൊക്കെ ചവർലെറ്റിൻ്റെ ക്യാമറ ഉണ്ട്. നമ്മളെ റേസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇതാ പോകുന്നുണ്ട്. നമ്മുടെ അടുത്തൊരു ചോപ്പ് ഔഡിയാണ് കേട്ടോ. സീന് മോഡിഫൈഡ് സാധനമാണ്. നിങ്ങളെന്തായാലും ഫുള്ളും കേസ് ഒന്ന് കണ്ടോക്ക് ഗൈസ്. ഞാൻ പറഞ്ഞ് മടുപ്പിക്കണമെന്നില്ല. നിങ്ങളെന്തായാലും റേസ് കണ്ടോക്ക്. പിന്നെ ഈ റേസിലാണെന്നുണ്ടെങ്കിൽ 2 ഫിനിഷിംഗ് ലൈൻ വരുന്നുണ്ട്. ഫസ്റ്റത്തെ ഫിനിഷിംഗ് ലൈൻ കഴിഞ്ഞ് അപ്പുറത്തെ ഫിനിഷിംഗ് ലൈനിൽ എത്തണവരാണ് വിജയ്. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, നമ്മള് റേസൊക്കെ കഴിഞ്ഞിട്ട് വരാൻ ലേറ്റ് ആയിട്ടുണ്ട്. ചേട്ടാ, പ്ലെയിന് കൃത്യമായിട്ട് ലാൻഡ് ചെയ്യാനൊക്കെ അറിയില്ലേ? എന്താ ചെറുക്കോച്ചിന്റെ കളിയൊക്കെയാണോ? ഞാനിവിടെ ലാൻഡ് ആക്കണം, നീ കണ്ടോ? എന്താണ് ചേട്ടാ ഇങ്ങനൊക്കെ ലാൻഡ് ആക്കണ്? അതൊക്കെ എന്റെ ട്രിക്കാണ് മോനെ, കണ്ടോ? വണ്ടി കൃത്യമായിട്ട് ലാൻഡ് ആക്കുന്നില്ല എനിക്ക്, അത് മതിയില്ലേ? ഓ, ഭാഗ്യത്തിന് സേഫ് ആയിട്ട് ഇവിടെ ലാൻഡായി. അതന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നും നല്ല ഒന്നും പ്ലെയിൻ ഓടിക്കണം തുടങ്ങിയിട്ടുള്ളതല്ലേ. ഞാൻ കാലം കുറയായി. നീ എന്തായാലും ഇവിടെ ഇറങ്ങിക്കോ. ചേട്ടാ, ഭാഗ്യമുണ്ട് ജീവൻ തിരിച്ചു കിട്ടിയത്. ചെങ്ങായിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, അല്ല സോറി പ്ലെയിൻ ഓടിക്കാൻ അറിയില്ല. നമ്മളെ ബൈക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ക്യാഷ് പ്ലെയിനിൽ വെച്ച് മറന്ന്. അയാളല്ലെങ്കിൽ ഇപ്പൊ എടുത്തോണ്ടായിരുന്നു. ഞാൻ എന്തായാലും ക്യാഷ് എടുത്തിട്ട് വരട്ടെ. ഓക്കെ, നമ്മള് ബാഗില് മൊത്തം ക്യാഷാണ് ഗൈസ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മളെ റേസിൽ നമ്മളാണ് ജയിച്ചത്. എന്ത് പറയാനാ, എവിടെയെങ്കിലൊക്കെ മത്സരം ഉണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ തന്നെയാവും ജയിക്കുക. അതൊന്നും പറയാനൊന്നുമില്ല. നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് പോയിട്ട് ചോപ്പിനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഓനെ മുന്നിലൊന്ന് ഇത്തിരി ആളാവട്ടെ. എടാ ചോപ്പ്, ഞാൻ എത്തിയടാ. എടാ ചോപ്പ്, അയ്യോ നൈസായിട്ട് പണി വാളിണ്ട്. ഒന്ന് കാലും കുത്തിന്ന് വീഴ്ചേ, ഇത്ര ആകാംക്ഷ പാടില്ലായിരുന്നു. എന്താണ് ഫ്രാങ്ക്ലിൻ അണ്ണാ അങ്ങനെ പേടിപ്പിക്കാൻ മനുഷ്യനെ? ആടാ, പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട്. ഞാനാണ് റേസിൽ ജയിച്ചത്. ഓനൊക്കെ അറിയാറുന്ന് ഫ്രാങ്ക്ലിൻ അണ്ണൻ പോയ റേസിൽ ജയിച്ചിട്ടേ വരുള്ളൂന്ന്. കണ്ടാ ക്യാഷ് കണ്ടാ ബാഗില്. എന്താണ് ഫ്രാങ്ക്ലിൻ അണ്ണാ നോക്കിയിട്ടൊക്കെ വന്നൂടെ? അവിടുന്ന് വീണിട്ട് ഇപ്പൊ എന്തായാലും പറ്റിയ? ഒന്നും പറ്റൊന്നുമില്ലടാ, ജസ്റ്റ് കാലൊടിഞ്ഞോന്നൊരു സംശയം. എന്തായാലും രാത്രി ആയില്ലടാ, ഞാൻ പൈസ ഒക്കെ നിർത്തിച്ചിട്ടൊന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ. അങ്ങനെ ഗൈസ്, നമ്മള് റേസിൽ ജയിച്ചിട്ടുണ്ട്. എന്ത് വിശാലമായ സ്ഥലല്ലേ. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ മാൻഷൻ വാങ്ങിക്കണ വീഡിയോ കാണാത്തിട്ടുണ്ടെങ്കിൽ കാണാം, നൈക്കാർഡിൽ കൊടുക്കുക. എന്തായാലും പൈസ എവിടെയെങ്കിലും സേഫായിട്ട് എടുത്തേക്കട്ടെ ഗൈസ്. ചോപ്പ് അത്ര ശരിയല്ല, അവൻ എടുത്തോണ്ട് പോകും പൈസ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ എന്നാൽ നെക്സ്റ്റ് ഒരു കിടക്കാച്ചി ഗെയിം പ്ലേ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്.